ഭൂജല വകുപ്പ് ഇടുക്കി ജില്ലയിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതികൾക്കായി 1.25 കോടി രൂപയോളം തനത് ഫണ്ട് ഉപയോഗിച്ചും 1 കോടിയോളം രൂപയുടെ വിവിധ ഡെപ്പോസിറ്റ് ഫണ്ടുകൾ ഉപയോഗിച്ചും പൊതുജനങ്ങൾക്കായി പൊതു കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും കൂടാതെ 6ഓളം ബോധവൽക്കരണ പരിപാടികൾ പഞ്ചായത്തുകൾക്കും കുടുംബശ്രീ യൂണിറ്റുകൾക്കും വിദ്യാർത്ഥികൾക്കുമായി നടത്തുകയും ഭൂജല സംപോഷണ പദ്ധതികൾ ജില്ലയിൽ ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജലജീവൻ മിഷൻ്റെ ഭാഗമായി പല പഞ്ചായത്തുകളിലും ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്. മാത്രവുമല്ല, നാഷണൽ ഹൈഡ്രോളജി പ്രോജക്റ്റിൻ്റെ ഭാഗമായി ജില്ലയിൽ പല സ്ഥലങ്ങളിലും ഗവേഷണ പദ്ധതികൾ നടപ്പിലാക്കി അതിലൂടെ ഭൂജല മാനേജ്മെൻറ്റിൻ്റെ പ്രവൃത്തികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള റിപ്പോർട്ടുകൾ പല വികസന പ്രവർത്തനങ്ങൾക്കായി ജില്ലയിലെ മേധാവികൾക്ക് നൽകിയിട്ടുള്ളതുമാണ്. മാത്രവുമല്ല, നീരറിവ് ആപ്ലിക്കേഷൻ, വെൽ സെൻസസ് എന്നീ പ്രവൃത്തികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്ത് ഈ ജില്ലയിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു നേട്ടമായി ഭൂജല വകുപ്പ് കാണുന്നു. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഭൂജല വകുപ്പ് ഇടുക്കി എൻ്റെ കേരളം എന്ന സർക്കാരിൻ്റെ വാർഷികാഘോഷത്തിൽ ഒരു ചെറു ഡോക്യുമെൻ്ററി പൊതുജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും പ്രസ്തുത ഡോക്യുമെൻ്ററി ഉപകാരപ്രദമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. ഇടുക്കി ജില്ല ഭൂപ്രകൃതിയിൽ മുന്നിട്ട് നിൽക്കുന്ന ജില്ലകളിൽ ഒന്നാണ് ഇടുക്കി ജില്ല. 1972 ജനുവരി 26 ഇടുക്കി ജില്ല നിലവിൽ വന്നു. ഭൂപ്രകൃതി അനുസരിച്ച് ഇടുക്കി ജില്ലയെ രണ്ടായി തരംതിരിക്കാം. പർവ്വതനിരയോട് ചേർന്ന് 75 മീറ്ററിലേറെ ഉയരത്തിലുള്ള മലനാട്, 75 മീറ്ററിൽ താഴെ ഉയരമുള്ള ഇടനാട്, സമതല പ്രദേശങ്ങൾ ഇല്ലെന്നു തന്നെ പറയാം. ജില്ലയുടെ പടിഞ്ഞാറരികിൽ തൊടുപുഴ താലൂക്കിൻ്റെ ഭാഗങ്ങളിൽ മാത്രമാണ് ഇടനാട് പ്രദേശമുള്ളത്. മൊത്തം വിസ്തീർണത്തിൻ്റെ 96% മലപ്രദേശങ്ങളാണ്. തൊടുപുഴ താലൂക്ക് ഒഴിച്ചുള്ള ഭാഗങ്ങൾ ഏറിയ കൂറും 300 മീറ്ററിലേറെ ഉയരമുള്ള ഹൈറേഞ്ച് പ്രദേശങ്ങളാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ ആനമുടി ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി ജില്ല കേരളത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്നു. പൈനാവാണ് ജില്ലയുടെ ആസ്ഥാനം. തൊടുപുഴ, കട്ടപ്പന, അടിമാലി എന്നിവയാണ് ജില്ലയിലെ മറ്റു പ്രധാന പട്ടണങ്ങൾ. 4358 ചതുരശ്ര വിസ്തീർണമുള്ള ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ്. ഇടുക്കി ജില്ലയുടെ 50%-ലധികവും സംരക്ഷിത വനഭൂമിയാണ്. ഇടുക്കി, ദേവികുളം, തൊടുപുഴ, ഉടുമ്പൻചോല, പീരുമേട് എന്നിവയാണ് ഇടുക്കി ജില്ലയിലെ താലൂക്കുകൾ. ഇടുക്കിയിലെ ജനങ്ങൾ പ്രധാനമായും ജലത്തിനു വേണ്ടി ആശ്രയിക്കുന്നത് കുഴൽ കിണറുകളാണ്. ഹൈറേഞ്ച് മേഖലയിൽ 120 മീറ്റർ മുതൽ 180 മീറ്റർ വരെയാണ് ആഴം. എന്നാൽ തൊടുപുഴ താലൂക്ക് പോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ 100 മീറ്റർ മുതൽ 120 മീറ്റർ വരെയാണ് ആഴം ഉണ്ടാവുക. പാറയെയും മണ്ണിൻ്റെ ഘടനയെയും ആശ്രയിച്ചാണ് കിണറിൻ്റെ ആഴം കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഇതുകൂടാതെ കാർഷിക ആവശ്യങ്ങൾക്കായി ജില്ലയിൽ 21ഓളം ചെറുതും വലുതുമായിട്ടുള്ള ഡാമുകൾ സ്ഥിതി ചെയ്യുന്നു. ഇതിലെ പ്രധാന അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട്. മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജില്ലയിലെ മൂന്നാറിൽ സ്ഥിതി ചെയ്യുന്നു. 1978 കേരള സംസ്ഥാന ഭൂജല വകുപ്പ് രൂപീകൃതമായത്. വകുപ്പിൻ്റെ ആദ്യകാല പ്രവർത്തനങ്ങൾ മുഖ്യമായും സംസ്ഥാനത്തെ കാർഷിക പുരോഗതിയെ ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് വകുപ്പിൻ്റെ പ്രവർത്തനം കുടിവെള്ളത്തിനായുള്ള പദ്ധതികളിലേക്കും വ്യാപിപ്പിച്ചു. ഇപ്പോൾ ഭൂജല സ്രോതസ്സിൻ്റെ പരിപാലനം, ഭൂജല സംപോഷണം എന്നീ മേഖലകൾക്ക് കൂടി വകുപ്പ് പരിഗണന നൽകി വരുന്നു. കേരളീയർ പൊതുവെ വീട്ടാവശ്യത്തിനും കൃഷിക്കും കിണറുകളെയാണ് ആശ്രയിക്കുന്നത്. 65 ലക്ഷത്തോളം തുറന്ന കിണറുകൾ സംസ്ഥാനത്തുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ കിണറുകളുടെ സാന്ദ്രത ഏറ്റവും കൂടിയ പ്രദേശമായിരിക്കും കേരളം. 44 നദികൾ, തോടുകൾ, കായലുകൾ, കുളങ്ങൾ തുടങ്ങിയ ജലസ്രോതസ്സുകൾ മൂലം കേരളം സമ്പന്നമാണെങ്കിലും വേനൽക്കാലത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ വളരെയേറെയാണ്. ഇടുക്കി ജില്ലയിലെ നദികളിലെ നീരൊഴുക്ക് കൂടുതലും മഴയെ മാത്രം ആശ്രയിച്ചുള്ളതാണ്. ചെങ്കുത്തായ ചെരിവോടുകൂടിയ ഭൂപ്രകൃതിയുള്ള പ്രകൃതിരമണീയമായ ഈ ഭൂപ്രദേശം നദികളുടെ ഒഴുക്ക് ദ്രുതഗതിയിലാക്കുന്നു. ഇതുമൂലം വെള്ളത്തോടൊപ്പം ഫലഭൂയിഷ്ടമായ മേൽമണ്ണും നഷ്ടപ്പെടുന്നു.
ലഭിക്കുന്ന മഴയുടെ നല്ലൊരു ശതമാനം സംരക്ഷിക്കാനാവാതെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറബിക്കടലിൽ എത്തിച്ചേരുന്നു. ഇതുമൂലം വേനൽക്കാലത്ത് കിണറുകളും തോടുകളും വറ്റിവരളുന്നു. കുടിവെള്ള പദ്ധതികൾക്കായി ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളെല്ലാം തന്നെ മഴയെ മാത്രം ആശ്രയിക്കുന്നവയാണ്. വേനൽക്കാലത്ത് ജനങ്ങളുടെ ആവശ്യകത പൂർണ്ണമായും നിറവേറ്റാൻ ഇത് മൂലം കഴിയാതെ വരുന്നു. ഇത് കൃഷിയെയും പ്രതികൂലമായി ബാധിക്കുന്നു. ആകയാൽ ഭൂജലത്തിൻ്റെ ഉപയോഗത്തോടൊപ്പം സംരക്ഷണത്തിനും പരിപോഷണത്തിനും തുല്യ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട്. ജലത്തിൻ്റെ ദുരുപയോഗം തടയാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കേരളത്തിൻ്റെ ഭൂജല സമ്പത്ത് നിശ്ചിത കാലയളവുകളിൽ കേന്ദ്ര ഭൂജല ബോർഡും സംസ്ഥാന ഭൂജല വകുപ്പും സംയുക്തമായി തിട്ടപ്പെടുത്തി വരുന്നു. 2020 ഗ്രൗണ്ട് വാട്ടർ എസ്റ്റിമേഷൻ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് വാർഷിക ഭൂജല ലഭ്യത 5.12 ബില്യൺ ക്യൂബിക് മീറ്ററാണ്. ഗാർഹിക കാർഷികോപഭോഗം 2.63 ബില്യൺ ക്യൂബിക് മീറ്ററാണ്. സംസ്ഥാനത്തെ 152 ബ്ലോക്കുകളിൽ 120 ബ്ലോക്കുകൾ ഭൂജല ശേഖരത്തിൻ്റെ കാര്യത്തിൽ സുരക്ഷിത ബ്ലോക്കുകളാണ്. എന്നാൽ 29 ബ്ലോക്കുകൾ ഭാഗിക ഗുരുതര വിഭാഗത്തിലും 3 ബ്ലോക്കുകൾ ഗുരുതര വിഭാഗത്തിലും ഉൾപ്പെടുന്നു. 2020 GEC റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 256 ജില്ലകളിൽ 1400-ൽ അധികം ബ്ലോക്കുകളെ ശുദ്ധജല ദൗർലഭ്യമുള്ള ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ കേരളത്തിൽ നിന്നും 3 ബ്ലോക്കുകളാണുള്ളത്. ഇടുക്കി ജില്ലയിൽ അമിത ചൂഷണ ഗുരുതര ബ്ലോക്കുകൾ ഇല്ലെങ്കിലും 2 ബ്ലോക്കുകൾ ഭാഗിക ഗുരുതര വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ്. GEC റിപ്പോർട്ട് പ്രകാരം ഇടുക്കി ജില്ലയിൽ ഉപയോഗിക്കുന്ന ഭൂജലത്തിൻ്റെ അളവ് 55.28%. സെമി ക്രിട്ടിക്കൽ ബ്ലോക്കുകളായ കട്ടപ്പന, നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ യഥാക്രമം 80.30%, 80.01% എന്നിങ്ങനെയാണ് ഭൂജല വികസനം. തൊടുപുഴ, ഇളംദേശം എന്നീ ബ്ലോക്കുകൾ സുരക്ഷിത വിഭാഗത്തിലാണെങ്കിലും ഭൂജല വികസനം 65% മുകളിലാണ്. നിലവിലുള്ള സ്ഥിതി തുടർന്നാൽ ഈ 2 ബ്ലോക്കുകളും ഭാവിയിൽ ഭാഗിക ഗുരുതര വിഭാഗങ്ങളിലേക്ക് മാറാനും സാധ്യതയുണ്ട്. ആയതിനാൽ ഭൂജലത്തിൻ്റെ കരുതലോടെയുള്ള ഉപഭോഗവും ശാസ്ത്രീയമായ ഭൂജല സംപോഷണ രീതികളും അവലംബിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അത്യന്താപേക്ഷിതമായ സംഗതിയാണ്. സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് ഇടുക്കി. എങ്കിലും രൂക്ഷമായ ജലക്ഷാമമാണ് ജില്ല നേരിടുന്നത്. ചെങ്കുത്തായ മലനിരകൾ നിറഞ്ഞ ഭൂപ്രകൃതി, ആഗോളതാപനത്തിന് ഇടയാക്കുന്ന പ്രവർത്തനങ്ങൾ, വനനശീകരണം, അനധികൃതവും അശാസ്ത്രീയവുമായ കുഴൽക്കിണറുകളുടെ നിർമ്മാണം തുടങ്ങിയവ ജലക്ഷാമം രൂക്ഷമാക്കുന്ന ഘടകങ്ങളാണ്. ഭൂജല പരിപോഷണം, ഭൂജല ഉപയോഗം, പുനഃചംക്രമണം, ഉപയോഗത്തിൻ്റെ ലാളിത്യം തുടങ്ങിയ രീതികൾ ഉൾക്കൊള്ളുന്ന ഒരു ജലസംസ്കാരം ശീലിച്ചാൽ മാത്രമേ ഭൂജല സംരക്ഷണം പൂർണ്ണമാവുകയുള്ളൂ. ഫലപ്രദമായ ഭൂജല പരിപാലനം പൊതുജന പങ്കാളിത്തത്തോടെ മാത്രമേ നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയത്തിൽ സാമൂഹിക അവബോധം സൃഷ്ടിച്ച് ജലസാക്ഷരത കൈവരിക്കുവാൻ ഇടുക്കി ജില്ലയിൽ ഭൂജല വകുപ്പ് വിവിധ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായി ഇടുക്കി ജില്ലയിലെ പെരുവന്താനം ഗ്രാമപഞ്ചായത്ത്, കുടയത്തൂർ ഗ്രാമപഞ്ചായത്ത്, പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത്, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത്, ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലായി 5 ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. മുൻ വർഷങ്ങളിലും മറ്റ് പല പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ ബോധവൽക്കരണ പരിപാടികൾ നടത്തിയിട്ടുമുണ്ട്. കേരളത്തിലെ 88% പ്രദേശങ്ങളും ക്രിസ്റ്റലൈൻ കരിങ്കൽ പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ ഏകദേശം 25 മുതൽ 30 മീറ്റർ താഴ്ച വരെ വെട്ടുകല്ലും അല്ലെങ്കിൽ മണ്ണും ദുർബലമായ പാറകളും കാണപ്പെടുന്നു. അതിനു താഴെയായി കരിങ്കൽ പാറകളാണ്. വെട്ടുകല്ലിലും അല്ലെങ്കിൽ മണ്ണിലും ദുർബലമായ പാറയിലും ഉള്ള ഭൂജലം തുറന്ന കിണറുകളിൽ കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. കരിങ്കല്ലുകളിലുള്ള വിള്ളലുകളിലും അടുക്കുകളിലുമുള്ള ഭൂജലമാണ് ബോർവെല്ലുകളിൽ കൂടി നമുക്ക് ലഭ്യമാകുന്നത്. ജലവിനിയോഗവുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇവയാണ്. ടാപ്പിൽ നിന്നും വെള്ളം നേരിട്ട് ഉപയോഗിക്കുന്നതിന് പകരം പാത്രങ്ങളിൽ ശേഖരിച്ചു വെച്ച് ഉപയോഗിക്കുക. കിണറിൻ്റെ ശേഷിക്കനുസരിച്ചുള്ള പമ്പ് വയ്ക്കുക. കുളിമുറിയിൽ നിന്നുള്ള വെള്ളം കൃഷിക്ക് ഉപയോഗിക്കുക. വീട്ടുമുറ്റത്ത് കോൺക്രീറ്റ്, സിമൻറ്റ് മുതലായവ ഇടുന്നതിനു പകരം മഴവെള്ളം പരമാവധി മണ്ണിൽ താഴാൻ അനുവദിക്കുക.
ജലസേചനത്തിന് ഡ്രിപ്പ്, സ്പ്രിംഗ്ലർ മുതലായ മാർഗങ്ങൾ ഉപയോഗിക്കുക. നെൽകൃഷി നടപ്പിലാക്കി പരിസ്ഥിതിയെ സംരക്ഷിക്കുക. ചെടികളും പച്ചക്കറികളും ചട്ടിയിലല്ലാതെ മണ്ണിൽ തന്നെ വെച്ചുപിടിപ്പിക്കുക. ധാന്യങ്ങൾ, പച്ചക്കറി, മത്സ്യം, മാംസം മുതലായവ കഴുകിയ വെള്ളം അടുക്കളത്തോട്ടം നനയ്ക്കാൻ ഉപയോഗിക്കുക. ഫ്ളാറ്റുകൾ പല നിലകളിലായി ടാങ്ക് നിർമ്മിച്ച് മഴവെള്ളം ശേഖരിച്ച് ഉപയോഗിക്കുക. ടോയ്ലറ്റ്, അടുക്കള തുടങ്ങിയ സ്ഥലങ്ങളിൽ ജലനിർഗമനത്തിൻ്റെ തോത് കുറഞ്ഞ ഫോസറ്റുകൾ ഉപയോഗിക്കുക. വ്യാപ്തം കുറഞ്ഞ തരം ഫ്ലഷ് ടാങ്കുകൾ, സിഫോണിക് ഫ്ലഷ് ടാങ്കുകൾ എന്നിവ ഉപയോഗിക്കുക. ടാപ്പ്, ഫ്ലഷ്, ഷവർ തുടങ്ങിയവയിലൂടെ ഒരു തുള്ളി വെള്ളം പോലും ചോർന്നു പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. പൊതു ടാപ്പുകളിൽ നിന്നും ജലനഷ്ടം ഉണ്ടാകുന്ന അവസരങ്ങളിൽ അടച്ചുവെക്കുകയോ ഉടനടി അധികൃതരെ വിവരമറിയിക്കുകയോ ചെയ്യുക. ഉപയോഗമില്ലാത്ത ജലസ്രോതസ്സുകളിൽ മാലിന്യങ്ങൾ, ചപ്പുചവറുകൾ എന്നിവ നിക്ഷേപിക്കാതിരിക്കുക. സമീപത്തുള്ള ജലസ്രോതസ്സുകൾ മലിനമാകാതെ സംരക്ഷിക്കുക. പറമ്പുകളിൽ നിന്നും റോഡുകളിലേക്ക് മഴവെള്ളം ഒഴുക്കിവിടുന്ന പ്രവണത ഒഴിവാക്കുക. ഭൂജല വകുപ്പിൽ നിന്നും ലഭ്യമാകുന്ന സേവനങ്ങൾ: സാധാരണ കിണറുകൾ, കുളങ്ങൾ, കുഴൽക്കിണറുകൾ എന്നിവയ്ക്ക് നിശ്ചിത ഫീസ് നിരക്കിൽ സ്ഥാനനിർണയവും കുഴൽക്കിണർ നിർമ്മാണവും ചെയ്തു കൊടുക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് ബന്ധപ്പെട്ട കൃഷി ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്രില്ലിംഗ് ചാർജിൽ 50% ഇളവ് അനുവദിച്ചുകൊണ്ട് കുഴൽക്കിണർ നിർമ്മിച്ചു നൽകുന്നു. ജില്ലയിലെ ഭൂജല വ്യതിയാനം, ഭൂജല ഗുണമേന്മ എന്നീ വിവരങ്ങൾ സർക്കാർ നിശ്ചയിക്കുന്ന ഫീസ് ഈടാക്കിക്കൊണ്ട് ആവശ്യക്കാർക്ക് നൽകുന്നു. വ്യവസായ, അടിസ്ഥാന സൗകര്യ വികസന ആവശ്യങ്ങൾക്ക് ഭൂജല നിർമ്മിതിക്കും ഭൂജലം പമ്പിംഗ് ചെയ്യുന്നതിനും നിയമാനുസൃതമായി അനുമതി നൽകുന്നു. സംസ്ഥാന, സർക്കാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ഭൂജല നിർമ്മിതികൾക്കായി ഫീസിബിലിറ്റി പഠനം നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. കിണർ, കുഴൽക്കിണർ എന്നിവയിൽ അപേക്ഷയ്ക്കനുസരിച്ച് ജലക്ഷമതാ പരിശോധന നടത്തുന്നു. ഭൂജല അനുബന്ധ പരാതികളിന്മേൽ പഠനം നടത്തി തീരുമാനം കൈക്കൊള്ളുന്നു. ഭൂജലാധിഷ്ഠിത കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നു. കൃത്രിമ ഭൂജല സംപോഷണ പദ്ധതികൾ നടപ്പിലാക്കുന്നു. ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. വർഷങ്ങളായി ഭൂജല വകുപ്പ് ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന ചെറുകിട കുടിവെള്ള പദ്ധതികളിൽ കരിങ്കുന്നം പഞ്ചായത്തിലെ പ്ലാന്റേഷൻ ലക്ഷം വീട് കോളനി, ഇടുക്കി ജില്ലയിലെ കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പ്ലാന്റേഷൻ ലക്ഷം വീട് കോളനിയാണ് ഇപ്പോഴുള്ളത്. ഇവിടെ കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ 2020-21 വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഭൂജല വകുപ്പ് മുഖേന നിർമ്മിച്ച കുഴൽക്കിണറും അതിനോടനുബന്ധിച്ചുള്ള ടാങ്ക്, അതുപോലെ മറ്റ് വീടുകളിലേക്കുള്ള കണക്ഷൻ കാര്യങ്ങളെല്ലാമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇതിൻ്റെ ഒരു ഗുണഭോക്താവായ ബേബി ചേട്ടനോട് നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ, ഇത് എങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭൂജല വകുപ്പും പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഭൂജല വകുപ്പ് ഇത് ഞങ്ങൾക്ക് ചെയ്തു തന്നു കുഴൽക്കിണർ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ 4 ലൈനായിട്ടാണ് തിരിച്ചുവിട്ടേക്കുന്നത്. എന്നും രാവിലെ വെള്ളം അടിച്ച് ഒരേ ലൈനിലേക്ക് കൊടുക്കുന്നു. ഏതാണ്ട് ഇവിടെ ഒരു 19 വീട്ടുകാർക്ക് ഇത് ഏറ്റവും ഗുണകരമായിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനായിരുന്നു ഉണ്ടായിരുന്നത് നേരത്തെ. അത് പക്ഷേ അത് വെള്ളം കിട്ടുന്നില്ലായിരുന്നു. എല്ലാവരും കാശ് കൊടുത്തായിരുന്നു ഇവിടെ മേടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് കിട്ടിയത് ഇതിൽ ഞങ്ങൾ കരിങ്കുന്നം പഞ്ചായത്ത് ഭരണസമിതിക്കും ഭൂജല വകുപ്പിനും അതിയേറെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങൾക്ക് ഈ കുടിവെള്ള പദ്ധതി ഇത്രയും. ഇപ്പോൾ എത്ര വീടുകൾക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്? നമ്മൾ ഇവിടെ ഇപ്പോൾ 50 വീട്ടുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം വേണ്ടി? 6,500 ലിറ്റർ വെള്ളം അടുത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഇവിടെ ഡെയിലി അടിക്കാൻ കിട്ടുന്നുണ്ട്. നമ്മുടെ വാർഡ് മെമ്പർ ഷൈബി ജോൺ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി സഹായങ്ങൾ ചെയ്തു തന്നു. അതുപോലെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഭരണസമിതികളെല്ലാവരും ഞങ്ങൾക്ക് ഒത്തിരി സഹായങ്ങൾ ചെയ്തു തന്നു. ഭൂജല വകുപ്പിനും പഞ്ചായത്ത് ഭരണസമിതിക്കും ഒത്തിരി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒരുപാട് നന്ദി. മുട്ടം ഗ്രാമപഞ്ചായത്തിലെ പന്നികുന്ന് കോളനി വെള്ളത്തിന് ഏറെ ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ്. ഇവിടെ ഏതാണ്ട് 10ഓളം വീടുകളുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടി നമ്മൾ മുട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും ഭൂജല വകുപ്പ് നിർമ്മിച്ച ബോർവെല്ലും അതിൻ്റെ അനുബന്ധ ടാങ്കുമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഈ വേനൽക്കാലത്താണെങ്കിലും മഴക്കാലത്ത് പോലും ഇവിടെ വെള്ളം ശേഖരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. ഇവിടെ വലിയൊരു ഉപകാരപ്രദമാണെന്നാണ് പിള്ളേർ പറയുന്നത്. നമുക്ക് ചേച്ചിയോടൊന്ന് ചോദിക്കാം. 10-15 വീടുകളുണ്ട്. അവർക്കെല്ലാം വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം എങ്ങനെയാലും വെള്ളം എത്തിച്ചേരാൻ വലിയ ഉപകാരമായിരിക്കും. ജലജീവൻ മിഷന്റെ ഭാഗമായി മരിയാപുരം പഞ്ചായത്തിലെ നട്ടാർ വയൽ കുടിവെള്ള പദ്ധതിയും ഏറ്റവും അവസാനമായി പൂർത്തിയാക്കിയ ചില പദ്ധതികളാണ്.
ഇവിടെ ഏകദേശം ഒരു 15ഓളം വീട്ടുകാർ കുടിവെള്ളത്തിനേറെ ബുദ്ധിമുട്ടിയിരുന്നൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ അങ്ങനെയാണ് അവർ മരിയാപുരം പഞ്ചായത്ത് വഴി ഭൂജല വകുപ്പിനെ സമീപിക്കുകയും ഭൂജല വകുപ്പ് ഇവിടെ ഒരു കുഴൽക്കിണർ നിർമ്മിച്ച് ടാങ്ക് എൻ്റെ മലയുടെ മുകളിലായിട്ട് ടാങ്ക് ഫിറ്റ് 5000 ലിറ്ററിൻ്റെ ടാങ്ക് ഫിറ്റ് ചെയ്തിട്ട് അവിടുന്ന് ഇത്രയും വീടുകളിലേക്ക് 15ഓളം വീടുകളിലേക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന സംഭവമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഇവർക്ക് വേറെ 1-2 സ്കീമുകളുണ്ടായിരുന്നു. ആ സ്കീമിൽ വെള്ളം തികയാത്തതിൻ്റെ കൂടെ നമ്മുടെ ഈ വെള്ളം കൂടി കിട്ടിയപ്പോൾ അവർക്ക് ഒരുപാട് ഉപകാരപ്രദമായെന്നാണ് അവർ പറയുന്നത്. ഈ പദ്ധതിയുടെ ഒരു ഗുണഭോക്താവായ നമ്മുടെ സോണിച്ചേട്ടനോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിച്ചു നോക്കാം. ഞങ്ങളിവിടെ ഏകദേശം 14 കുടുംബങ്ങളുണ്ട്. ഇവിടെ 14 കുടുംബങ്ങൾക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു ഫണ്ട് പ്രകാരം ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു. അതിനകത്ത് വെള്ളം ഞങ്ങൾക്ക് തികയുന്നില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നിലവിലിപ്പം 14 വീട്ടുകാർക്ക് ഒരു 3 ദിവസം കൂടുമ്പം ഒരു 300 ലിറ്റർ വെള്ളം വീതം ഈ പദ്ധതിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. മരിയാപുരം പഞ്ചായത്താണ് ഈ ജൽജീവൻ മിഷൻ വഴി ഈ ഫണ്ട് ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഏറെ ഗുണപ്രകാരമാണ് ഈ സംഭവം. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പഞ്ചായത്തിനും ഭൂജല വകുപ്പിനും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ കൃത്രിമ ജലസംപോഷണവുമായി ബന്ധപ്പെട്ട് പുളിയന്മല KELP സ്കൂൾ, ഈ സ്കൂളിൽ നമ്മൾ ഏതാണ്ട് 2 വർഷത്തിന് മുമ്പ് കൃത്രിമ മഴവെള്ള സംഭരണി നമ്മൾ നിർമ്മിച്ചിരുന്നു. അതായത് ഇതിലൂടെ മഴവെള്ളം ശേഖരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി ഇവിടുത്തെ കുഴൽക്കിണറിലും അതുപോലെ സാധാരണ കിണറിലേക്കും വെള്ളം ഉറവയായിട്ട് എത്തുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഇത് നമ്മളിത് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്കൂളിൽ വെള്ളത്തിന് വളരെ പരിമിതമായിരുന്നു, അതായത് വേനൽക്കാലത്ത്. പക്ഷേ അതിലിപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ പ്രിൻസിപ്പാൾ പറയുന്നത്. നമുക്കെന്തായാലും നമ്മൾ പ്രിൻസിപ്പാളിനോടൊന്ന് ഇതിനെക്കുറിച്ച് ചോദിച്ചു നോക്കാം. ഇവിടെ ഈ സാറ് പറഞ്ഞവരെ എനിക്കൊരു കാര്യം പറയാനുള്ളതാണ്. ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ സ്കൂളിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ബോർവെല്ലിനെ ആശ്രയിച്ചായിരുന്നു ഞങ്ങൾ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് വേനൽക്കാലം ആകുമ്പോഴത്തേന് ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോഴത്തേന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു. ഭൂജല വകുപ്പ് ഇങ്ങനെ ഒരു മഴവെള്ള സംഭരണി ഏകദേശം 2 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് നിർമ്മിച്ചു തന്നു. അതിനുശേഷം ഞങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. ആവശ്യത്തിന് വെള്ളമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിത്തന്ന ഭൂജല വകുപ്പിനോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ്. കരിമണ്ണൂർ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഈ സ്കൂളിൽ നമ്മൾ ഭൂജല വകുപ്പിൻ്റെ ഭൂജല സംപോഷണ പദ്ധതിയിൽപ്പെടുത്തി 2021-22 സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്കൂളിലൊരു മഴവെള്ളം ഉപയോഗിച്ച് റീചാർജിങ് സംവിധാനം നടപ്പാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഈ സ്കൂളിനുണ്ടായ മാറ്റം എന്തൊക്കെയാണെന്നുള്ളത്, കുടിവെള്ളമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ മാറ്റങ്ങളെ കുറിച്ച് നമ്മുടെ സജി മാത്യു സാറ് സ്കൂൾ ഹെഡ് മാസ്റ്ററാണ്, അദ്ദേഹത്തോട് നമുക്കൊരു വാക്ക് ചോദിക്കാം. ഏകദേശം 2500ഓളം കുട്ടികൾ പഠിക്കുന്ന ഒരു കലാലയമാണ് കരിമണ്ണൂർ സെൻറ്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഇവിടെ സാധാരണ എല്ലാ വർഷവും ഡിസംബർ അവസാനം ജനുവരി മാസത്തോടു കൂടി ജലത്തിന് വലിയൊരു ദൗർലഭ്യം നേരിടുന്ന ഒരവസ്ഥയായിരുന്നു. ഉച്ചഭക്ഷണം കഴിച്ച് കുട്ടികൾക്ക് പാത്രങ്ങൾ കഴുകി വെക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു 2-3 മാസക്കാലം. അപ്പോൾ എന്തായാലും 2021-22 വർഷം കിണർ റീചാർജിങ് സിസ്റ്റം നടപ്പാക്കി തരുവാനായിട്ട് നമുക്ക് സാധിച്ചു. നമുക്ക് നമ്മുടെ ടെറസിലും ബിൽഡിങ്ങിലും വീഴുന്ന വെള്ളം മുഴുവൻ സംഭരിച്ച് ഇവിടെ കൊണ്ടുവന്ന് അത് പ്യൂരിഫൈ ചെയ്ത് തന്നെ കിണറ്റിലേക്ക് തന്നെ ഡയറക്റ്റ് വിടുന്ന ഒരു പദ്ധതിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിദ്യാഭ്യാസ വർഷം നമുക്ക് ജലത്തിൻ്റെ ദൗർലഭ്യം കുറവുണ്ടെങ്കിൽ പോലും ഒരു പരിധിവരെ നമുക്ക് ഈ കുട്ടികൾക്ക് മുഴുവൻ ഉച്ചഭക്ഷണം കഴിച്ച് അവർക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിക്കുവാനും പാത്രങ്ങൾ കഴുകുവാനും കുടിക്കുവാനും അവരുടെ മറ്റ് പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള വെള്ളം നമുക്ക് മറ്റ് മാർഗ്ഗങ്ങളില്ലാതെ ഇവിടെ തികയാനായിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമായിട്ട് കാണുകയാണ്. കാരണം അല്ലെങ്കിൽ എല്ലാ വർഷവും ഈ മാസങ്ങളിലൊക്കെ 2-3 മാസക്കാലം വളരെയധികം ബുദ്ധിമുട്ട് വെള്ളത്തിന് നേരിടുന്ന അനുഭവം ഉണ്ടായിരുന്നു. കുടിക്കുവാനും പോലും കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ മാത്രം മുന്നോട്ട് പോകുന്ന അവസ്ഥ, വാഹനങ്ങളിൽ വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരവസ്ഥയ്ക്ക് ചേഞ്ച് ഉണ്ടായി എന്നുള്ളത് വലിയ പ്രകടമായൊരു മാറ്റമായിരുന്നു. അതോടൊപ്പം തന്നെ രണ്ടാമതായിട്ടുള്ളത്, ഈ കാണുന്ന മുറ്റത്തൊക്കെ മണ്ണൊലിപ്പ് ഭയങ്കരമായിരുന്നു. ഈ ടെറസിൽ നിന്നുള്ള വെള്ളം മുഴുവൻ വീണ് ഭയങ്കര മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മണ്ണൊലിപ്പ് ഭയങ്കരമായിരുന്നു. അതും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ വെള്ളം സംഭരിക്കുന്നതിലൂടെ നമുക്ക് 2 പ്രയോജനങ്ങൾ ഉണ്ടായതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒപ്പം തന്നെ കുട്ടികൾക്കൊക്കെ ഇതൊരു മാതൃകയായിട്ട് അവരുടെ വീടുകളിലൊക്കെ ഇത് പ്രാവർത്തികമാക്കാനായിട്ട് കുറേയെങ്കിലുമൊക്കെ കുട്ടികൾക്കും ഒരു മോട്ടിവേഷൻ ആകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പല വിധത്തിൽ ഈ ഒരു പദ്ധതി ഉപകാരപ്രദമായിരുന്നു. പ്രത്യേകിച്ച് സ്കൂളുകളൊക്കെ നടപ്പാക്കി കഴിഞ്ഞാൽ വരും കാലങ്ങളിലും നമുക്ക് ജല ദൗർലഭ്യം ഒരു പരിധി വരെ നമുക്ക് പരിഹരിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് തെളിഞ്ഞിരിക്കുന്നത്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ 2-3 കുഴൽക്കിണറുണ്ടെങ്കിലും
അതിലെല്ലാം വെള്ളമില്ലാത്തൊരവസ്ഥയായിരുന്നു. 2021 ഭൂജല സംരക്ഷണ പദ്ധതി പ്രകാരം പോലീസ് സ്റ്റേഷൻ്റെ ടെറസിൽ വീഴുന്ന വെള്ളം സംഭരിക്കാനുള്ള നടപടി സ്വീകരിച്ചതിൽ പിന്നെ ഇതുവരെ നമ്മുടെ കുഴൽക്കിണറിൽ വെള്ളം പറ്റുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. നല്ലൊരു പ്രോജക്റ്റാണ്. നിലവിൽ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ നിലവിൽ ഉപയോഗിക്കുന്ന കുഴൽക്കിണറിലെ വെള്ളത്തിന് ക്ഷാമമില്ലാത്ത അവസ്ഥ സംജാതമായിട്ടുണ്ട്. KTDC മഹാറാണി ഹോട്ടൽ ഇടുക്കി നിയോജകമണ്ഡലത്തിലെ ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ കീഴിൽ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഇവയിലൊക്കെയും ഭൂജല വകുപ്പിൻ്റെ ഫീസിബിലിറ്റി അടിസ്ഥാനത്തിലാണ് തുറന്ന കിണറുകളും കുഴൽക്കിണറുകളും നിർമ്മിച്ചു വരുന്നത്. വിവിധ തരം കുഴൽക്കിണറുകളുടെ നിർമ്മാണം, കിണറുകളുടെ ഡെവലപ്പിംഗ്, ജലലഭ്യതാ നിർണയം, പമ്പിംഗ് ടെസ്റ്റ് മുതലായവ ഭൂജല വകുപ്പ് നടപ്പിലാക്കി വരുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സ്ഥലത്തെ കൃഷി ഓഫീസറുടെ സാക്ഷ്യപത്രം ഹാജരാക്കുന്ന പക്ഷം വകുപ്പ് കുഴിക്കുന്ന കുഴൽക്കിണറുകൾക്ക് ഡ്രില്ലിംഗ് റേറ്റിൽ 50% ഇളവ് അനുവദിച്ചു വരുന്നുണ്ട്. എല്ലാ തരം കിണറുകളിലെയും ജലലഭ്യതയുടെ തോത് അറിയാനുള്ള ശാസ്ത്രീയമായ പ്രവൃത്തിയാണ് പമ്പിംഗ് ടെസ്റ്റ്. കിണറുകളുടെ അല്ലെങ്കിൽ കുഴൽക്കിണറുകളുടെ ജലക്ഷമതാ പരിശോധന പമ്പിംഗ് ടെസ്റ്റിലൂടെ ഭൂജല വകുപ്പ് നടത്തി ആ കിണറുകളുടെ സുരക്ഷിതത്വ ഈൽഡ് മനസ്സിലാക്കി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. വകുപ്പിന് കീഴിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ 3 ലാബുകളിലായി ജലത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ ഘടകങ്ങളുടെ തോത് നിർണയവും ബാക്ടീരിയയുടെ സാന്നിധ്യ നിർണയവും നടത്തിവരുന്നുണ്ട്. ഇതും സർക്കാർ നിശ്ചയിക്കുന്ന ഫീസ് ഈടാക്കിക്കൊണ്ടാണ് ചെയ്തു വരുന്നത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലാണ് ഭൂജല വകുപ്പിന് റീജിയണൽ അനലിറ്റിക്കൽ ലാബുകൾ ഉള്ളത്. സംസ്ഥാനത്ത് ഭൂജലം സംരക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും വ്യവസ്ഥ ചെയ്യുന്ന 2002 കേരള ഭൂജലം നിയന്ത്രണവും ക്രമീകരണവും ആക്ട് നിലവിലുണ്ട്. ആക്ട് നടപ്പിലാക്കുന്നതിനായി ഭൂജല അതോറിറ്റി സ്ഥാപിതമായിട്ടുണ്ട്. ആക്ട് പ്രകാരം സംസ്ഥാനത്തെ പമ്പ് ചെയ്യുന്ന കിണറുകൾ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. വിജ്ഞാപനം ചെയ്യപ്പെട്ട പ്രദേശങ്ങൾ ഇടുക്കിയിൽ ഒന്നും തന്നെ ഇല്ല. കർഷകർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവർക്ക് കുഴൽക്കിണർ നിർമ്മിക്കുന്നതിനും ഭൂജലം ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന പദ്ധതികൾക്കും കൈപ്പമ്പ് സ്ഥാപിക്കുന്നതിനും റിപ്പയർ ചെയ്യുന്നതിനും വകുപ്പ് സാങ്കേതിക സഹായവും ഉപദേശവും നൽകി വരുന്നു. ജലം ജീവൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. വർദ്ധിച്ചുവരുന്ന ജനസംഖ്യയും മാറിവരുന്ന ജീവിതശൈലിയും വേഗത കൈവരിച്ച കാർഷിക വ്യാവസായിക വികസനവും ജലത്തിൻ്റെ ഉപയോഗം മുൻകാലങ്ങളെ അപേക്ഷിച്ച് വർദ്ധിക്കുവാൻ കാരണമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ജലസമ്പത്ത് വരും തലമുറകൾ കൂടി ലഭ്യമാക്കണമെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സമഗ്രവും സുസ്ഥിരവുമായ ജലവികസനം അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. ഈ കാഴ്ചപ്പാടോടെയാണ് നാഷണൽ ഹൈഡ്രോളജി പ്രോജക്റ്റ് നടപ്പാക്കുന്നത്. കേരളത്തിലെ ജലവിഭവങ്ങളെ സംബന്ധിക്കുന്ന സമഗ്രമായ ഒരു ഡാറ്റാബേസ് ഹൈഡ്രോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം സംവിധാനിച്ച് തത്സംബന്ധമായ വിവരങ്ങൾ സമൂഹത്തിലെ ശാസ്ത്രജ്ഞർ, അക്കാദമിക് സമൂഹം, ആസൂത്രകർ, ഭരണകർത്താക്കൾ, കർഷകർ മുതലായ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുകയും അങ്ങനെ ജലസമ്പത്തിൻ്റെ ഭാവി വികസനം സമഗ്രവും സുസ്ഥിരവും ആയിത്തീരുവാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നു. ഇതിനായി 871 കിണറുകളടങ്ങുന്ന നിരീക്ഷണ സംവിധാനം കേരളത്തിൽ സജ്ജമാണ്. ഈ നിരീക്ഷണ
ശൃംഖലയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഹൈഡ്രോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ശേഖരിക്കപ്പെടുന്നു. ഇവ കേരള ഭൂജല വകുപ്പിൻ്റെ ഡാറ്റാ സെൻ്ററിൽ ലഭ്യമാണ്. ജലക്ഷാമത്തിന് വിവിധ കാരണങ്ങളുണ്ട്. ജനസാന്ദ്രത, ചെങ്കുത്തായ ചെരിവോടുകൂടിയ ഭൂപ്രകൃതി, കാലാവസ്ഥയിലെ വ്യതിയാനങ്ങൾ, വനനശീകരണവും കാവുകളുടെ നാശവും, ശാസ്ത്രീയ ജലസംരക്ഷണ മാർഗങ്ങളുടെ അഭാവം, തണ്ണീർത്തടം, വയൽ, കുളങ്ങൾ മുതലായവയുടെ നികത്തൽ, ജലസ്രോതസ്സുകളുടെ അമിത ചൂഷണം, അശാസ്ത്രീയമായ കൃഷിരീതികൾ, പുഴകളിൽ നിന്നുള്ള മണൽവാരൽ, ഭൂഗർഭസ്ഥിതിവിശേഷം, ജലസ്രോതസ്സുകളുടെ മലിനീകരണം, മണ്ണിൻ്റെ ഘടന, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും അമിതോപയോഗം, നഗരവൽക്കരണം, അശാസ്ത്രീയ ധാതു ഖനനം, മലകൾ, കുന്നുകൾ എന്നിവയുടെ ഇടിച്ചുനികത്തൽ, അശാസ്ത്രീയമായ കുഴൽക്കിണർ നിർമ്മാണം എന്നിവയൊക്കെ ജലക്ഷാമം വർദ്ധിപ്പിക്കുന്ന കാരണങ്ങളാണ്. രൂക്ഷമായ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി പലതരത്തിലുള്ള സംരക്ഷണ മാർഗങ്ങൾ അവലംബിക്കാവുന്നതാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ മഴവെള്ളത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ച് മണ്ണിൽ തടഞ്ഞു നിർത്തി ഈർപ്പം വർദ്ധിപ്പിക്കുന്നു. എല്ലാ മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളും മണ്ണിനോടൊപ്പം ജലത്തെയും സംരക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് ജലസംരക്ഷണത്തിനും ഭൂജല പരിപോഷണത്തിനും ഇത്തരം മാർഗങ്ങൾ അനുവർത്തിക്കാവുന്നതാണ്. ഭൗമ ഉപരിതലത്തിൻ്റെ സ്വഭാവം, പ്രാദേശിക ജിയോളജി തുടങ്ങിയവ കണക്കിലെടുത്ത് അനുയോജ്യമായ സ്ഥലത്തു മാത്രമേ ഇത്തരം പ്രവൃത്തികൾ അവലംബിക്കാൻ പാടുള്ളൂ. ഒഴുകുന്ന വെള്ളത്തിൻ്റെ വേഗത കുറച്ച് അതാതു സ്ഥലങ്ങളിൽ ഊർന്നിറങ്ങി മണ്ണിൻ്റെ ഈർപ്പം കൂട്ടുന്നു. ഭൂജല ശേഖരം വർദ്ധിപ്പിക്കുന്നു. ഫലഭൂയിഷ്ഠമായ മേൽമണ്ണ് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുന്നു. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത, കാർഷിക ഉൽപ്പാദനക്ഷമത എന്നിവ ഉയർത്തുന്നു. കിണർ, തോട്, കുളം, നദി എന്നിവയിലെ ജലനിരപ്പ് വർദ്ധിപ്പിക്കുന്നു. വേനൽക്കാലങ്ങളിൽ ഉണ്ടാകുന്ന വരൾച്ച, ജലക്ഷാമം എന്നിവ കുറയ്ക്കുന്നു. വെള്ളത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നു. ജലമലിനീകരണ തോത് കുറയ്ക്കുന്നു. ഇവയൊക്കെയും ജലസംരക്ഷണ മാർഗങ്ങളുടെ നേട്ടങ്ങളാണ്. ഭൂജല സംരക്ഷണത്തിനും പരിപോഷണത്തിനും പൊതുവായി അവലംബിക്കാവുന്ന മാർഗങ്ങളാണ് കല്ല് കയ്യാലകളുടെ നിർമ്മാണം, ചെരിവുള്ള ഭൂമിക്ക് അനുയോജ്യമായ രീതിയിലുള്ള തട്ടുതിരിക്കൽ, നീർക്കുഴികളുടെ നിർമ്മാണം, കുളങ്ങളുടെ സംരക്ഷണം, ആവശ്യമായ രീതിയിൽ കിടങ്ങുകളുടെ രൂപീകരണം, ഉപരിതലത്തിന് മേലുള്ള തടയണകളുടെയും ഉപരിതലത്തിന് താഴെയുള്ള അടിയണകളുടെയും നിർമ്മാണം, താൽക്കാലികവും സ്ഥിരവുമായ പലതരം ചെക്ക് ഡാമുകൾ. ഭൂജല വകുപ്പിൻ്റെ സേവനങ്ങൾ. കേരളത്തിൽ ഒരു വർഷം ഏകദേശം 10,000-ഓളം കുടുംബങ്ങൾ അവരുടെ ജലദൗർലഭ്യം പരിഹരിക്കുന്നതിനായി വകുപ്പിൻ്റെ ശാസ്ത്ര സാങ്കേതിക സേവനം പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ജലദൗർലഭ്യം നേരിടുന്ന പ്രദേശങ്ങളിൽ സർക്കാരിൻ്റെ ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഭൂജല വകുപ്പ് വഴി നടപ്പിലാക്കി വരുന്നുണ്ട്. കേരള സംസ്ഥാന ഭൂജല വകുപ്പിൻ്റെ പ്രധാന സേവനങ്ങൾ ഭൂജല പര്യവേഷണം, ഭൂജല വികസനം, ഭൂജലത്തിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കൽ എന്നിവയൊക്കെയാണ്. വിവിധ തരം കിണറുകൾക്കുള്ള സ്ഥാനനിർണയം, ഹൈഡ്രോജിയോളജിക്കൽ, ജിയോ ഫിസിക്കൽ, റിമോട്ട് സെൻസിംഗ് എന്നീ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ നടത്തിവരുന്നു. ഇത്തരത്തിൽ തുറന്ന കിണറുകൾ, ട്യൂബ് വെല്ലുകൾ, ബോർ വെല്ലുകൾ, ഫിൽറ്റർ പോയിൻ്റ് വെല്ലുകൾ എന്നിവയ്ക്കുള്ള സ്ഥാനനിർണയം നടത്താൻ ശാസ്ത്രീയമായി സാധിക്കുന്നു. ശാസ്ത്രീയമായ പഠനത്തോടെ സ്ഥാനനിർണയം നടത്തി വകുപ്പ് നിർമ്മിക്കുന്ന കുഴൽക്കിണറുകളിൽ മഹാഭൂരിഭാഗവും വിജയിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഏകദേശം 6,000 കുഴൽക്കിണറുകൾക്കും 700ഓളം സാധാരണ കിണറുകൾക്കുമുള്ള സ്ഥാനനിർണയം വകുപ്പ് ഓരോ വർഷവും ചെയ്തു വരുന്നുണ്ട്. ജലലഭ്യത ഉള്ള സ്ഥലങ്ങളിൽ വിവിധതരം കിണറുകൾ കുഴിക്കേണ്ട സ്ഥാനവും താഴ്ചയും ഭൂജല പര്യവേഷണത്തിലൂടെ നിർണയിച്ചു കൊടുക്കുന്നു. കേരളത്തിൽ മിക്കവാറും പ്രദേശങ്ങളിലും ശരാശരി 100-150 മീറ്ററിൽ കുറഞ്ഞ ആഴത്തിൽ ഭൂജലം ലഭിക്കാനുള്ള സാധ്യത ഏറെയുണ്ട്. വകുപ്പ് സ്ഥാനനിർണയം നടത്തി കുഴിക്കുന്ന ബോർവെല്ലുകൾ പരാജയപ്പെട്ടാൽ നിർമ്മാണ ചെലവിൻ്റെ 75% തുക തിരികെ നൽകുകയും ചെയ്യും. സ്ഥാനനിർണയം നടത്തുന്നതിന് വകുപ്പ് കാലാകാലങ്ങളിൽ സർക്കാർ നിശ്ചയിക്കുന്ന പ്രകാരം തുക ഈടാക്കുന്നതാണ്. സ്വകാര്യ വ്യക്തികൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവ കുഴൽക്കിണർ നിർമ്മിക്കുന്നുവെങ്കിൽ ഔദ്യോഗികമായി രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ ഫേമുകളുടെ രജിസ്റ്റർ ചെയ്ത റിഗുകൾ ഉപയോഗിച്ച് മാത്രമേ കുഴൽക്കിണർ നിർമ്മാണം പാടുള്ളൂ. റിഗ് രജിസ്ട്രേഷൻ നടത്തുന്നതിന് 45 ദിവസമാണ് സമയപരിധി. റിഗ് രജിസ്റ്റർ ചെയ്യുന്നതിന് നിയുക്തനായ ഉദ്യോഗസ്ഥൻ സംസ്ഥാന ഭൂജല വകുപ്പിൻ്റെ ഡയറക്ടറാണ്. റിഗ് രജിസ്ട്രേഷന് വേണ്ടി അപേക്ഷകർ ഹാജരാക്കേണ്ട രേഖകൾ സ്ഥാപന ഉടമയുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ID, ഡ്രില്ലിംഗ് ഓപ്പറേറ്റർമാരുടെ
3 വർഷത്തെ പരിചയം, 18 വയസ്സ് പൂർത്തിയായതിനുള്ള തെളിവ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നൽകുന്ന ലൈസൻസ്, GST സർട്ടിഫിക്കറ്റ്, വാടക റിഗാണെങ്കിൽ നോട്ടറി സർട്ടിഫൈ ചെയ്ത എഗ്രിമെൻ്റ്, കംപ്രസറിൻ്റെ രേഖകൾ മുതലായവ. ഭൂജല വകുപ്പ് സ്ഥാനനിർണ്ണയം നടത്തുന്നതിന് വ്യക്തികൾക്ക് 585 രൂപയാണ് ഫീസ് ഈടാക്കുന്നത്. ജലവിതരണ പദ്ധതികൾക്കായി സ്ഥാപനങ്ങൾക്കും ത്രിതല പഞ്ചായത്തുകൾക്കുമുള്ള ഫീ 1935 രൂപയാണ്. ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യങ്ങൾക്കായി ഭൂജല പര്യവേഷണത്തിന് വേണ്ട തുക 3860 രൂപയാണ്. ഭൂജല വകുപ്പിൻ്റെ റിഗ് ഉപയോഗിച്ച് 4.5 മുതൽ 6 ഇഞ്ച് വ്യാസത്തിലാണ് ബോർവെല്ലുകൾ സാധാരണയായി നിർമ്മിക്കുന്നത്. വിപണിയിൽ 4.5 ഇഞ്ച് ബോർവെല്ലിൽ സ്ഥാപിക്കാവുന്ന സബ്മേഴ്സിബിൾ പമ്പുകൾ ലഭ്യമാണ്. അതിനാൽ ദിവസേന 20,000 മുതൽ 30,000 ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് 4.5 ഇഞ്ച് ബോർവെൽ നിർമ്മിച്ചാലും മതിയാവുന്നതാണ്. 4.5 ഇഞ്ച് ബോർവെല്ലുകളുടെ നിർമ്മാണ ചെലവ് 6 ഇഞ്ച് ബോർവെല്ലുകളേക്കാൾ വളരെ കുറവാണ്. ബോർവെല്ലുകൾ നിർമ്മിക്കുന്നതിന് ഭൂജല വകുപ്പ് ഈടാക്കുന്ന തുക: 4.5 ഇഞ്ച് ബോർവെൽ നിർമ്മിക്കുന്നതിൻ്റെ ഡ്രില്ലിംഗ് ചാർജ് മീറ്ററിന് 390 രൂപയാണ്. 6 ഇഞ്ച് ബോർവെൽ നിർമ്മിക്കുന്നതിൻ്റെ ഡ്രില്ലിംഗ് ചാർജ് മീറ്ററിന് 665 രൂപയുമാണ്. എല്ലാത്തരം കിണറുകളിലെയും ജലലഭ്യതയുടെ തോതറിയാനുള്ള ശാസ്ത്രീയമായ പ്രവൃത്തിയാണ് ഈൽഡ് ടെസ്റ്റ് അല്ലെങ്കിൽ പമ്പിംഗ് ടെസ്റ്റ്. പമ്പ് സെറ്റിനും ജനറേറ്ററിനുമുള്ള വാടകയും 40% ഓവർഹെഡ് ചാർജും ഈടാക്കി വകുപ്പ് പമ്പിംഗ് ടെസ്റ്റ് നടത്തിവരുന്നു. ഇതിനായി ഒരുക്കിയിട്ടുള്ള സംവിധാനം ഒരു പമ്പിംഗ് യൂണിറ്റ് ഇടുക്കി ജില്ലാ ഭൂജല വകുപ്പ് ഓഫീസിന് സ്വന്തമായുണ്ട്. റീജിയണൽ അനലിറ്റിക്കൽ ലാബുകളിൽ ഭൂജലത്തിൻ്റെ ഗുണമേന്മ മനസ്സിലാക്കുന്നതിന് സർക്കാർ ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. മുഖ്യ ഘടകങ്ങൾ പരിശോധിക്കുന്നതിന് 445 രൂപയാണ് ഫീസ്. വ്യാവസായിക ആവശ്യങ്ങൾക്ക് 1105 രൂപ. മറ്റ് ഘടകങ്ങൾക്ക് ഓരോ ഘടകത്തിനും 225 രൂപ വീതം. ബാക്ടീരിയ വിശകലനം ചെയ്യുന്നതിൻ്റെ തുക 225 രൂപയാണ്. ഓരോ ലോഹത്തിനും 225 രൂപ ഈടാക്കി ലോഹത്തിൻ്റെ സാന്നിധ്യവും മനസ്സിലാക്കുന്നു. നാഷണൽ ഹൈഡ്രോളജി പ്രോജക്റ്റ് ലോകബാങ്ക് സഹായത്തോടെ ദേശീയ തലത്തിൽ സമഗ്രമായ ജലവിഭവ മാനേജ്മെൻറ്റ് നടപ്പിലാക്കുവാൻ ലക്ഷ്യമിടുന്ന ഒരു ബൃഹത്തായ പദ്ധതിയാണ് നാഷണൽ ഹൈഡ്രോളജി പ്രോജക്റ്റ് അഥവാ NHP. 1997 സംസ്ഥാനത്ത് ആരംഭിച്ച ഈ പദ്ധതി ഇതിനകം 2 ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചു കഴിഞ്ഞു. കേന്ദ്ര സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്ന ഈ പദ്ധതിയിൽ സംസ്ഥാന ഭൂജല വകുപ്പും ഇറിഗേഷൻ വകുപ്പും പങ്കാളിത്തം വഹിക്കുന്നു. ഇപ്പോൾ നടന്നുവരുന്ന NHP 3ാം ഘട്ടം 2024 പൂർത്തീകരിക്കപ്പെടുമ്പോൾ സംസ്ഥാനത്ത് ഒരു വാട്ടർ ബഡ്ജറ്റിംഗ് സിസ്റ്റം രൂപീകരിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഭൂജല സംബന്ധമായ വിവരങ്ങൾ ശേഖരിച്ച് അവ വേർതിരിച്ച് വിശകലന പഠനങ്ങൾ നടത്തുവാനുള്ള സംവിധാനങ്ങൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ മോണിറ്ററിംഗ് നെറ്റ്വർക്ക് സംസ്ഥാനത്ത് ഭൂജല വകുപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഭൂജല നിരീക്ഷണ ശൃംഖലയിൽ വിവിധ ജില്ലകളിലായി 458 തുറന്ന കിണറുകളും 345 കുഴൽ കിണറുകളും 42 ട്യൂബ് വെല്ലുകളുമാണുള്ളത്. ഇവയിൽ നിന്നും പ്രതിമാസം ജലനിരപ്പ് ജലഗുണനിലവാര പഠനങ്ങൾക്ക് പ്രതിവർഷം 4 പ്രാവശ്യം വാട്ടർ സാമ്പിളുകളും ശേഖരിച്ചു വരുന്നു. സംസ്ഥാനത്തെ ഭൂജല നിരീക്ഷണ ശൃംഖല ശക്തിപ്പെടുത്തുവാനായി 504 ആധുനിക നിരീക്ഷണ കിണറുകൾ കൂടി NHP ഫേസ് 3യിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നു. DWLR ടെലിമെട്രി സംസ്ഥാനത്തെ ഓരോ ബ്ലോക്കുകളിലും നിലവിൽ NHP ആദ്യഘട്ടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന പീസോമീറ്ററുകളിൽ ഡിജിറ്റൽ വാട്ടർ ലെവൽ റെക്കോർഡർ സംവിധാനം ഉപയോഗിച്ച് പ്രതിദിനം 4 നേരം ജലനിരപ്പ് നിരീക്ഷിക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പുതിയതായി നിർമ്മിക്കുന്ന നിരീക്ഷണ കിണറുകളിലും ഈ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു. ഇത്തരത്തിൽ നിരീക്ഷിച്ചു വരുന്ന ഡാറ്റ ടെലിമെട്രി സംവിധാനത്തിലൂടെ ഡിസ്ട്രിക്ട് ഡാറ്റ പ്രോസസ്സിംഗ് സെൻറ്റർ വഴി റീജിയണൽ സ്റ്റേറ്റ് ഡാറ്റ സെൻറ്ററുകളിൽ എത്തുന്നു. ഹൈഡ്രോളജിക്കൽ ഡാറ്റ യൂസേഴ്സ് ഗ്രൂപ്പ് ജലവിഭവ വകുപ്പുമായി ബന്ധപ്പെട്ട ലൈൻ ഡിപ്പാർട്ട്മെൻറ്റുകളെ കൂടാതെ പൊതുമരാമത്ത്, ദുരന്ത നിവാരണം, വ്യവസായം തുടങ്ങി നിരവധി വകുപ്പുകൾ NHPയിൽ നിന്നും ശേഖരിക്കുന്ന ഭൂജല സംബന്ധമായ വിവരങ്ങൾ വാട്ടർ ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള ഒരു പ്രവൃത്തിക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. വിവിധ അർദ്ധ സർക്കാർ ഏജൻസികൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, NCESS, KSLUB, വിവിധ കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ തുടങ്ങിയവ ഹൈഡ്രോളജി പ്രോജക്റ്റുകളിലൂടെ ലഭ്യമായ ജലവിധാനം, ജല ഗുണനിലവാരം എന്നീ ഡാറ്റകൾ ഉപയോഗിച്ചു വരുന്നു. ഡാറ്റയുടെ ഉപയോഗം ജില്ലയിലെ നിരീക്ഷണ കിണറുകളിൽ
നിന്നും ശേഖരിക്കുന്ന പ്രതിമാസ വാട്ടർ ലെവൽ ഡാറ്റ ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഭൂജലവിധാനത്തിൻ്റെ ദീർഘകാല സ്വഭാവം പഠനവിധേയമാക്കി ഗ്രൗണ്ട് വാട്ടർ ഡോട്ട് ഇൻഡെക്സ് റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിനും ഉചിത സമയങ്ങളിൽ കൈമാറി വരുന്നു. കേന്ദ്ര ഭൂജല ബോർഡിൻ്റെ സഹകരണത്തോടെ സംസ്ഥാന ഭൂജല വകുപ്പ് നിരീക്ഷണ കിണറുകളിൽ നിന്നും ലഭിക്കുന്ന ജലവിധാന നിരപ്പ് ഉപയോഗപ്പെടുത്തി പീരിയോഡിക് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സ് എസ്റ്റിമേഷൻ റിപ്പോർട്ട് നിശ്ചിത ഇടവേളകളിൽ തയ്യാറാക്കി വരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഭൂജല നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വരുന്നു. ശാസ്ത്രീയമായ ഭൂജല പരിപാലനത്തിനും വിവിധ സർക്കാർ പദ്ധതികളുടെ നയ രൂപീകരണത്തിനും NHP ഡാറ്റ ഒരു മാർഗരേഖയാക്കുന്നു. ജില്ലയിലെ വരൾച്ച, പ്രളയം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളുടെ സാധ്യത അവലോകനം ചെയ്യുന്നതിനും ഈ ഡാറ്റ പ്രയോജനപ്പെടുത്തുന്നു. നീരറിവ് സംസ്ഥാന ഭൂജല വകുപ്പിൻ്റെ KSRECയുടെ സഹകരണത്തോടെ നാഷണൽ ഹൈഡ്രോളജി പ്രോജക്റ്റിൽ വികസിപ്പിച്ച നീരറിവ് എന്ന മൊബൈൽ ആപ്പ് മുഖാന്തിരം ജില്ലയിലെ എല്ലാ ഭൂജല നിർമ്മിതികളുടെയും വിവരശേഖരണം നടത്തിവരുന്നു. ഇടുക്കി ജില്ലയിൽ ആരംഭിച്ച വെൽ സെൻസസ് കുടുംബശ്രീയുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കി വരുന്നത്. ജില്ലയിലെ കിണറുകൾ, കുഴൽ കിണറുകൾ, കുളങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റു പല സംരക്ഷണ സംവിധാനങ്ങൾ എന്നിവയുടെ സമഗ്ര ഡാറ്റാബേസ് ഇതിലൂടെ ലഭ്യമാകുന്നതാണ്. 2022-23 കാലയളവിൽ ഭൂജല വകുപ്പിൻ്റെ തനതു ഫണ്ടും ഡിപ്പോസിറ്റ് ഫണ്ടും ഉപയോഗിച്ച് പൂർത്തീകരിച്ച ചെറുകിട കുടിവെള്ള പദ്ധതികൾ മുട്ടം പഞ്ചായത്തിലെ പന്നികുന്ന്, വെള്ളത്തുവൽ പഞ്ചായത്തിലെ കല്ലാറകുട്ടി വർക്ക്ഷോപ്പ് ഭാഗം, പനംകുട്ടി വാൽ ഹൗസ്, രാജകുമാരി പഞ്ചായത്തിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ, മരിയാപുരം പഞ്ചായത്തിലെ പ്രതിഭ ഗ്രന്ഥശാല, കൊച്ചുകരിമ്പൻ PHC, നട്ടാർവയൽ വാർഡ് 1 ചെറുകിട കുടിവെള്ള പദ്ധതികൾ ഡെപ്പോസിറ്റ്, ബൈസൺവാലി പഞ്ചായത്തിലെ നമ്പർ 92 അംഗൻവാടി, കരിങ്കുന്നം പഞ്ചായത്തിലെ പ്ലാന്റേഷൻ ലക്ഷം വീട് കോളനി, ബൈസൺവാലി പഞ്ചായത്തിലെ തന്നെ നമ്പർ 82 അംഗൻവാടി, അറക്കുളം പഞ്ചായത്തിലെ വനിതാ കാർഷിക വിപണന കേന്ദ്രം, വണ്ണപ്പുറം പഞ്ചായത്തിലെ വനിതാ കാർഷിക വിപണന കേന്ദ്രം, ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ സെൻറ് ജോസഫ്സ് LP സ്കൂൾ, കരിങ്കുന്നം പഞ്ചായത്തിലെ പറത്താനം, മുട്ടം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട മഞ്ഞക്കുന്ന്. ഇതേ കാലയളവിൽ ഭൂജല വകുപ്പ് നടപ്പാക്കിയ ഭൂജല സംപോഷണ പദ്ധതികൾ: ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ രാജാക്കാട്, SNDP സ്കൂൾ NRCT രാജാക്കാട്, ഓയിൽ പാം ഇന്ത്യ വെള്ളിയാമറ്റം, PHC കോടിക്കുളം, ഗവൺമെൻറ് UPS നടുമുറ്റം, ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വെസ്റ്റ് കോടിക്കുളം, LF UPS വാഴക്കാല. പൂർത്തീകരിച്ച കുഴൽ കിണറുകൾ: 97 കുഴൽ കിണറുകളാണ് ഡെപ്പോസിറ്റ് വകയിൽ വർക്ക് പൂർത്തീകരിച്ചത്. തനത് ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച കുഴൽ കിണറുകൾ 29,84,653 രൂപ പദ്ധതി ചെലവിൽ 97 കുഴൽ കിണറുകളാണ് വർക്ക് പൂർത്തീകരിച്ചത്. തനതു ഫണ്ടിൽ കുഴൽ കിണറുകൾ നിർമ്മിച്ചത് 86,57,000 രൂപ പദ്ധതി ചെലവിൽ 95 കുഴൽ കിണറുകൾ പൂർത്തീകരിച്ചു. ജലജീവൻ മിഷൻ പദ്ധതിയിൽപ്പെടുത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ: ഹൈറേഞ്ച് റിക്രിയേഷൻ ക്ലബ്ബ് മരിയാപുരം, അരിമറ്റത്തിൽ പടി, തണ്ടാമ്പറമ്പിൽ പടി, ഡബിൾ കട്ടിങ്, മില്ലുംപടി ഭാഗം, തൈപ്പറമ്പിൽ പടി, മുണ്ടത്താനംപടി, കുമ്മിണിപ്പടി, അംഗൻവാടി കവല, വണ്ടർമേട് പഞ്ചായത്തിൽ കറുവാക്കുളം തൂവൽ കോളനി, താഴത്തുമാലി ഭാഗം, വെള്ളിമല അംഗൻവാടി, മുട്ടം പഞ്ചായത്തിൽ അമ്പാട്ട് കോളനി, പെരുമറ്റം, പുതിയേറ്റുപാറ, പെരുങ്കുന്ന്. തനതു ഫണ്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ: ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ഉപ്പുകുന്ന്, കോതപ്പാറ, അടങ്കൽ തുക 8,40,000 രൂപ. വെൽ സെൻസസ് പൂർത്തിയായിട്ടുള്ള ബ്ലോക്കുകൾ: നെടുങ്കണ്ടം, ഇളന്തേശം.
അല്ല 28 14 മനോജൻ തോമസ്, ശ്രീ മിനി ഐസക് പ്രിൻസിപ്പൽ, വേദിയിൽ ഉപസ്ഥിതരായിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് തല ഉദ്യോഗസ്ഥര്, അധ്യാപകര്, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രിയ സ്നേഹിതരെ, നാഷണൽ ഹൈഡ്രോളജി പ്രോജക്റ്റിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിവിധ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ സജ്ജമാക്കിയിട്ടുള്ള ജല ഗുണനിലവാര പരിശോധനാ ലാബുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കട്ടപ്പന ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നത്. ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാൻ ഞാൻ സമയമെടുക്കുന്നുണ്ട്. എങ്കിലും ഇവിടെ വെച്ച് നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല എൻ്റെ വകുപ്പിൻ്റെ ചുമതലയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്താൻ നമ്മുടെ നിയോജക മണ്ഡലത്തിലുടനീളം നല്ല നിലയിൽ ഡാമുകളിൽ നിന്നും വെള്ളം എടുത്ത് ട്രീറ്റ് ചെയ്ത് അതെല്ലാം നല്ല നിലയിൽ പരിശോധിച്ച് ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൗത്യം. ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് 715 കോടി രൂപ ഇതിനോടകമായി തന്നെ ഭരണാനുമതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എല്ലാ വീടുകളിലും ശുദ്ധമായ ജലം എത്തുന്നതിനുള്ള പരിശ്രമം വെറുതെ 2 വർഷക്കാലം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയണം. Thank you, sir. Thank you so much for the supporting words and suggestions. Principal Mini Isaac teacher, NBC teacher, sir. ജനപ്രതിനിധികളെ ബഹുമാനായ ജനവിഭവ ഉദ്യോഗസ്ഥരെ
കുറിച്ചും സർവേയിലൂടെ ഒക്കെ നമുക്ക് മാധ്യമങ്ങളിലൂടെ അറിവ് കിട്ടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇത്തരം ലാബ് വന്നതിൻ്റെ ഫലമായി സംസ്ഥാനത്തെ 14 ജില്ലകൾ തിരഞ്ഞെടുക്കപ്പെട്ട 2 സ്കൂളുകൾ, ഹയർ സെക്കൻഡറി സ്കൂളുകൾ വഴി നടപ്പാക്കുന്ന പദ്ധതിയാണ് ഭൂജല ഗുണനിലവാര ടെസ്റ്റിംഗ് ലാബ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവർ നിർവഹിച്ചു കഴിഞ്ഞു. നാട്ടിന് ഏറെ ഗുണം ചെയ്യുന്ന, പ്രത്യേകിച്ച് കൂടുതൽ ആൾക്കാരും പ്രദേശത്തെ അല്ലെങ്കിൽ ജില്ലകളിലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾ തന്നെ കൂടുതൽ ആൾക്കാരും ആശ്രയിക്കുന്നത് കിണർ വെള്ളങ്ങളെയാണ്, അല്ലെങ്കിൽ ഭൂജലത്തെയാണ്. ആ ഭൂജലം നമുക്ക് എങ്ങനെ ലഭിക്കുന്നു എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അത് ആ ലഭിക്കുന്ന ജലത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ ചിലവിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന ഈ ലബോറട്ടറിയാണിത്. ഇതിൻ്റെ പ്രയോജനം ഇവിടുത്തെ നാട്ടുകാരായ സർവ്വ ആൾക്കാർക്കുണ്ടാകട്ടെ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. അവർക്കും ഇതൊരു വലിയ പ്രചോദനമാണ്. അവർക്ക് ആവശ്യത്തിനുള്ള ട്രെയിനിങ് നമ്മൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർക്കും ഇത് പൂർണ്ണമായും മനസ്സിലാക്കുവാനും സാധാരണ ജനങ്ങളുടെ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുവാനും ഈ പദ്ധതി കൊണ്ട് സഹായമാകുന്ന ഒരു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത്. വണ്ടി കഴുകുക. ആ ഓസ് എടുത്തിട്ട് അങ്ങ് അടിച്ചങ്ങ് കഴുകാൻ പാടില്ലായിരുന്നോ? എന്ന് പറഞ്ഞാലേ ഈ പൊടിയൊക്കെ ഉള്ളപ്പോൾ ഒന്ന് കഴുകിക്കളേണ്ട വല്ലപ്പോഴും. അതിപ്പോൾ നമ്മൾ ഓസൊക്കെ ഇട്ട് അടിക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പ്രകൃതിയോടും ഈ ജനങ്ങളോടൊക്കെ ചെയ്യുന്നൊരു മര്യാദകളല്ലേ ഈ വേനൽക്കാലത്ത് ചൂടുള്ള സമയത്തൊക്കെ. അത് ശരിയാട്ടോ, ഞാൻ അത്രയും ഓർത്തില്ല. ഒരു മഴ പെയ്തില്ലെങ്കിൽ നമ്മളൊക്കെ എന്ത് ചെയ്യും? പിന്നെ നമ്മളെ ഇപ്പോൾ ഈ നമ്മുടെ ഇവിടെ വെള്ളം വരുന്നതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ 4 ദിവസം 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൂടുമ്പോഴല്ലേ നമുക്കിവിടെ വെള്ളം വന്നത്. അപ്പോൾ തന്നെ മുകളിൽ കണ്ടില്ലേ 3000 ലിറ്റർ ടാങ്ക് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വെള്ളം ശേഖരിച്ച് വയ്ക്കുന്നത്. അപ്പോൾ അതിനിപ്പോൾ ഇങ്ങനെ തുറന്നു പോയി കഴിഞ്ഞാൽ നമുക്കൊരു വെള്ളത്തിന് നമ്മൾ എന്ത് ചെയ്യും? നമുക്കാണെങ്കിൽ സ്ഥലവുമില്ല, അല്ലെങ്കിൽ ഒരു കിണറെങ്കിലും നടത്താൻ മതി. ഒരു കുഴൽക്കിണർ അടിച്ചാലോ നമുക്ക്? അതിനൊക്കെ എത്ര രൂപയാവും? ഇപ്പോൾ അവിടെ വെള്ളം അടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആ പൈസ പോയില്ലേ? അത് കുഴപ്പമില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ ഭൂജല വകുപ്പിലൊരു 585 രൂപ അപേക്ഷ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവർ ഒന്ന് ജിയോളജിക്കൽ സർവേ ചെയ്ത് തരും. സർവേ ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന് വെള്ളം കിട്ടുമല്ലോ എന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പ് വരും. പിന്നെ നമുക്ക് കയ്യിൽ നിന്ന് പൈസ പോക്കില്ലല്ലോ, നഷ്ടം വരുമൊന്നുമില്ല. അപ്പോൾ അത് കൊള്ളാലോ. അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞോടത്ത് വെള്ളം കിട്ടൂലേ? ഫെയിലിയർ വരാറില്ല. ഒരു 97% അത് വെള്ളം കിട്ടാറുണ്ട്. 2-3% ഫെയിലിയർ വരാറുള്ളൂ. പിന്നെ വേറെ എന്താ ഭൂജല വകുപ്പിൻ്റെ എന്തെങ്കിലും നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ? അത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭൂജല വകുപ്പിൻ്റെ സേവനങ്ങൾ ഇപ്പം നമുക്ക് ഭൂജല സർവേ ഉണ്ട്, അതുപോലെ തന്നെ ബോർവെൽ നിർമ്മാണമുണ്ട്, പിന്നെ വെൽ ഡെവലപ്പിംഗ് ഉണ്ട്. അതിന് ഇപ്പം നമുക്കിപ്പോൾ ഭൂജല സർവേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 585 രൂപ അതായത് ജില്ലാ ഓഫീസുകളിൽ കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അവരൊന്ന് സർവേ ചെയ്ത് തരും. അതുകൂടാതെ ബോർവെൽ നിർമ്മാണമുണ്ട്. നമ്മുടെ ലോറി ഉപയോഗിച്ച് ബോർവെൽ നിർമ്മാണമുണ്ട്. അതൊരു മീറ്ററിന് 390 രൂപയാണ് അടയ്ക്കേണ്ടത്, ഒരു മീറ്ററിന്. അപ്പോൾ അത് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ സർവേ ചെയ്തിട്ട് അതിൻ്റെ പൈസ നമുക്ക് എസ്റ്റിമേറ്റ് തരും. അതനുസരിച്ച് പൈസ അടച്ചാൽ നമുക്ക് ബോർവെൽ നമ്മുടെ വണ്ടി ഒന്ന് കുഴിച്ച് തരും. അപ്പോൾ അതിന് സബ്സിഡി ഉണ്ട്, 50% സബ്സിഡി ഉണ്ട്. സ്ഥലം കുറവുള്ളവർക്ക് സബ്സിഡി കിട്ടില്ല. 50 സെൻറ്റിന് മുകളിൽ സ്ഥലമുള്ളവർക്ക് സബ്സിഡി കിട്ടും, 50% സബ്സിഡി കിട്ടും കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് ആണ്. ഇപ്പോൾ കുഴൽക്കിണറൊക്കെ ഇപ്പോൾ നമുക്ക് അഴുക്ക് ചെളിയൊക്കെ നിറഞ്ഞ് കിടപ്പുന്നുണ്ടെങ്കിൽ അത് കഴുകി ക്ലീൻ ചെയ്ത് തരും. അപ്പോൾ അങ്ങനെയുള്ള വർക്കുകളുണ്ട്. അതിനൊക്കെ ഒരു റേറ്റ് ഉണ്ട്. 7500 രൂപകളാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ അത് 5 മണിക്കൂർ നേരത്തേക്ക്. പിന്നെ ഓരോ മണിക്കൂറിനും 1350 രൂപയോളം ഓരോ മണിക്കൂറിന് പൈസ കൂടുതൽ വരുന്നുണ്ട്. ഇത് കൂടാതെ പിന്നെ ഇതിൻ്റെ ഇത് ഈ വ്യാവസായിക ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കുടിവെള്ള പദ്ധതികൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഈൽഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട്.
അപ്പോൾ അതിൻ്റെ ഫീസ് അവിടെ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈൽഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ കാലാവധി ഉണ്ട്, ഓരോന്നിനും കാലാവധി, നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനും എല്ലാം ഓരോ കാലാവധികളുണ്ട്. പിന്നെ നമ്മുടെ ഭൂജല വകുപ്പിൻ്റെ സേവനങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ അത് ഓഫീസ് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ 22 61 99 ഇടുക്കി നമ്പർ. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ വിവരങ്ങൾ, കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും ഒരു പുതിയ അറിവ്, ഏതായാലും നിങ്ങളുടെ വകുപ്പിൽ ഏതായാലും ഒരു അപേക്ഷ വെച്ച് നോക്കാം. വെള്ളം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ.